ഈ വീഡിയോ യുകെയിൽ കെയർ അസിസ്റ്റന്റ് വിസയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ലോ സ്കിൽഡ് വിസയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ പ്രപ്പോസലിൽ പറഞ്ഞ പോലെ 15 വർഷം നമ്മൾ PR-ന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലുള്ള MP-മാർക്കും അതുപോലെ തന്നെ നിങ്ങൾ കൺസൾട്ടേഷനും എല്ലാം ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ ഈ നമ്മൾ MP-മാരെ കാണുക അല്ലെങ്കിൽ MP-മാർക്ക് മെയിൽ അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടി കൂട്ടിച്ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ PR 5 വർഷത്തേക്ക് ആക്കുകയും അതുപോലെ തന്നെ നമുക്ക് ബെനിഫിറ്റ്സ് വേണ്ട, PR മതി, നമുക്ക് എന്തെങ്കിലും സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ മാത്രം നമുക്ക് ബെനിഫിറ്റ്സ് മതി എന്നുള്ള ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ PR 15 വർഷം ആക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ 5 വർഷം അല്ലെങ്കിൽ ഓരോ 3 വർഷം കൂടുമ്പോഴോറും നമ്മൾ ഈ വിസ ഇങ്ങനെ റിന്യൂവൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പെൻസ് ആകുന്നല്ലേ നമുക്ക് വരിക. അപ്പോൾ അതിനെക്കാട്ടി ബെറ്റർ എന്താ പറയുക, നമുക്ക് 5 വർഷത്തേക്ക് PR തന്നാൽ മതി, ബെനിഫിറ്റ്സ് വേണ്ട. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് അവർ എടുത്തു പറയുന്നത്. കാരണം ഇത്രയും പേര് 5 വർഷം കൊണ്ട് PR-ന് അപ്ലൈ ചെയ്താൽ ഇത്ര ബെനിഫിറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത്ര അവർ PR എടുത്ത ശേഷം ഇത്രയും പേര് ബെനിഫിറ്റ്സിന് വേണ്ടി ക്ലെയിം ചെയ്യും. അപ്പോൾ അതാണ് അവർ ഒരു മെയിൻ പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരെ കാണുക അല്ലെങ്കിൽ മെയിൽ അയക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യുക. പരമാവധി ഞങ്ങൾക്ക് 5 വർഷം കൊണ്ട് തന്നെ PR തരുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബെനിഫിറ്റ്സ് വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും 15 വർഷം കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ മാത്രം നമുക്ക് ബെനിഫിറ്റ്സ് മതി. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ മലയാളീസും ബെനിഫിറ്റ്സും ഇനിയിപ്പോൾ PR കിട്ടിയവരാണെങ്കിൽ തന്നെ ബെനിഫിറ്റ്സും ഒന്നും മേടിക്കാണ്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. കൂടി വന്ന ഈ സ്റ്റുഡൻസിൻ്റെ ഒക്കെ പിള്ളേരുടെ ബെനിഫിറ്റ്സ് മാത്രം ചിലവരൊക്കെ വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. താങ്ക് യു.